നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗരി, ഗൗരി, അവിടെ ഒന്ന് നിക്ക്. ഗൗരി, എന്തു വകയുടെ പേരിലാണെങ്കിലും നീ ഇപ്പൊ ചെയ്തത് തെറ്റായിപ്പോയി ഭാനു. മഞ്ജുവിന് ഈ വീട്ടിലുള്ള സ്ഥാനമാ നീ ശാലിനിക്ക് കൊടുത്തത്. അത് നീ എന്ത് മനസ്സിൽ കണ്ടോണ്ടാ ചെയ്തെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. മഞ്ജുവും ഗിരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് അവരെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുക ഒരമ്മയെന്ന നിലയിൽ നീ ചെയ്യേണ്ടത്. പക്ഷെ നീ നിന്റെ മോളും കൂടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ജീവിതം തകർക്കാനാ ശ്രമിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. അതിൽ ഗൗരിയമ്മ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ നീ ഉണ്ടാക്കിയ പ്രശ്നത്തെ കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ. ഇവൾ എന്ത് പ്രശ്നമാണ് നിന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയത്? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഒരു കാര്യം ഞാൻ ഭാനുവിനോട് പറയാം. ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ നല്ല കൂടിയേനം വിഷവാ. സ്വന്തം വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ ഇവര് പറയുന്നത് നീ കേൾക്കാൻ തുടങ്ങിയ ഈ കുടുംബം നശിക്കും. ദൈവം സഹായിച്ച് നിനക്ക് നല്ലൊരു മകനെ മരുമോളെയാ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ പറയുന്ന ഏഷന് കേട്ട് ആ കുട്ടികളെ ദ്രോഹിക്കരുത്. പിന്നീട് അവരുടെ ജീവിതം നശിച്ചു കാണുമ്പോ നീ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കും. എനിക്ക് വളരെ കുറച്ചു കൂട്ടുകാരേ ഉള്ളൂ. അതിലൊരാളാ നീ. നീ ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടാൻ പോവാന്നറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചോ? ഇടേ, മഞ്ജുവിനെ നീ ഇങ്ങനെ ദ്രോഹിക്കുമ്പോ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. നാളെ നീയും വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ളതാ. നിനക്കും അവിടെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം. ഉണ്ടാകാമെന്നല്ല, ഉണ്ടാകും. മഞ്ജുവിന്റെ മാത്രമല്ല, ഒരുപാട് പേരുടെ ജീവിതം വെച്ച് നീ കളിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ ശാപം നിന്നെ പിന്തുടരും. നിനക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട. മുകുന്ദം വാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഗൗരി അമ്മ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കുള്ളൂ. എന്നെ എന്തുമാത്രം പ്രാങ്കിട്ടാ സ്ത്രീ പോയത്? അവരുടെ കുടുംബത്തിന് ഞാൻ എന്ത് ദ്രോഹ ചെയ്ത്? അവൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചോദിച്ചിട്ട് പറഞ്ഞുമില്ല. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. ആ സ്ത്രീ വെറുതെ എന്നെ കുറിച്ച് ഓരോ നുണക്കഥകൾ പറഞ്ഞു നടക്കുക. ഇതൊക്കെ എന്റെ കല്യാണത്തിനെ ബാധിക്കില്ലേ? ഗൗരി എന്തേലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതായിരിക്കും. മനസ്സുകൊണ്ട് അവള് നല്ലവളാ. എന്നിട്ടാണോ ഭാനുവമ്മയുടെ ഭാഗം സംസാരിച്ചതിന് എന്നെ അവര് തല്ലിയത്? അവള് നിന്നെ തല്ലിയോ? തല്ലി. എന്നിട്ടെന്താ നീ ഒന്നും പറയാതിരുന്നത്? അവരുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ എങ്ങാനും പരാതി പറഞ്ഞ സ്ഥലവും സന്ദർഭവും നോക്കാതെ അവരെന്നെ വീണ്ടും തല്ലും. ഇങ്ങനെ ഒരാളുടെ ഉപദേശമാണോ അമ്മ കേൾക്കാൻ പോകുന്നത്? ഞാൻ ആരുടെ ഉപദേശം കേൾക്കാൻ പോകുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. അവര് പോയോ? പോയി. ഗൗരിയമ്മ പെട്ടെന്ന് വഴക്കൂടുന്ന പ്രകൃതക്കാരിയാണല്ലേ. ഇങ്ങനെ മാന്യന്മാരൊക്കെ കൂടുന്ന സ്ഥലത്ത് വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. കുറച്ച് ക്ലാസ് ഉള്ളവരങ്ങനെയൊന്നും ചെയ്യില്ല. സത്യാണ് മാഡം, അവരുടെ ലോ ക്ലാസ് സ്വഭാവമാണെന്നേ. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു സംസാരം അവരുടെ. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ കയറി വന്ന് ഭാര്യയുമേ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കോ? അമ്മ പറഞ്ഞത് ശരിയല്ലേ. വീട്ടിൽ അതിഥികൾ ഉള്ളപ്പോ അവർക്കല്ലേ ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത്.
അത് കേട്ടപ്പോഴേക്കും ഗൗരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ ഇത് അവരുടെ വീടല്ലല്ലോ. സ്വപ്നെ മതി. പ്രായത്തിന് മൂത്തവരെ കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നിന്നെ എന്നെയൊക്കെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളവരാ. അങ്ങനൊരു ബഹുമാനമെങ്കിലും അവർക്ക് കൊടുക്ക്. ഗൗരിയമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ? നിങ്ങൾ തന്നെയാ ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടത്. ഞാൻ മാറിത്തരാം. മഞ്ജു ഇവിടെ ഇരിക്കണ്ടേ? അതൊന്നും വേണ്ട. ശാലിനി പതുക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. സ്വപ്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത്. ഇത്രയും നല്ലൊരു ദിവസമായിട്ട് വെറും ഒരു കസേരയുടെ പേര് പറഞ്ഞ് നമ്മൾ വഴക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ? ഞാനും ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണെന്ന് ആന്റി പലപ്പോഴും പറയാറില്ലേ? അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തതുകൊണ്ട് എന്താ കുഴപ്പം? മഞ്ജു ഇവിടെ ഇരിക്കെ. ദേ, ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും. വേണ്ട ശാലിനി, ഇരിക്കുന്ന കസേരയിലൂടെയല്ല ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയ്ക്കുള്ള സ്ഥാനം അളക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. ശാലിനി ഇരിക്കാം. ഇരിക്കാം. കഴിക്ക. മോനെ, നിന്റെ കൈക്ക് നല്ല വേദന ഉണ്ടല്ലേ? സാരമില്ല, അമ്മ വാരിത്തരാം. ചോദിക്കേ പോ. ചോദിക്കേ. ഈ സാരി അടിപൊളിയായിട്ടുണ്ട്. എവിടുന്നാ വാങ്ങിയ ശാലിനി? എനിക്കറിയില്ല, ചാച്ചു വാങ്ങിക്കൊണ്ടു വന്നതാ. അല്ല മോളെ, ശരിക്കും ഗിരിയെ വിട്ടുകൊടുക്കാൻ പോവാണോ? വിട്ടുകൊടുക്കാൻ ഗിരി എന്റെ അല്ലല്ലോ. മറ്റൊരാളുടെ ഭർത്താവിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി. ശാലിനിക്ക് എന്താ ഇത്ര പെട്ടെന്ന് മനമാറ്റം ഉണ്ടായേ? അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. താങ്ക് യു ഭാനുമതി അമ്മേ. ഇത്രയും നല്ലൊരു ഓണാഘോഷം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അമേരിക്കയിലായിരുന്നുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ടില്ല. ആന്റിക്ക് അറിയാലോ, കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ജോലി തിരക്ക് കാരണം അച്ഛനെ ഒന്ന് കാണാൻ പോലും കിട്ടാറില്ല. അച്ഛനില്ലാത്തോണ്ട് ഇത്തവണത്തെ ഓണം കോളം ആകുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിച്ചപ്പോ ഇതെന്റെ സ്വന്തം കുടുംബം പോലെ എനിക്ക് തോന്നിയത്. കുടുംബം പോലെയല്ല, ഇത് മോളുടെ കുടുംബം തന്നെയാണ്. മോൾക്ക് എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരാം. ആന്റി ജീവനോടെ ഉള്ളിടത്തോളം കാലം മോളെ
ആരും ചോദ്യം ചെയ്യില്ല. താങ്ക് യു ആന്റി. ഞാൻ വീണ്ടും പറയാ, അറിഞ്ഞോ അറിയാതെയോ മഞ്ജുവിനെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. സോറി കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ആന്റി, പോയിട്ട് വരാം. പോയി വാ മോളെ. ശരി.